അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സാം മാറ്റി വെച്ചു കേട്ടോ, മഴ കാരണം മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് സെക്കൻഡ് എക്സാമാണ്, പക്ഷേ നമ്മൾ ഫസ്റ്റ് എക്സാമാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എക്സാമിന് പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അളക രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായി. ഞാൻ ഇത്ര രാവിലെ ഒന്നും എണീക്കില്ല, പിന്നെ എക്സാം ആയതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീച്ചു. ഒരു 8 മണിക്കുള്ളിൽ എണീച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 8:30 നമ്മൾ ചായ കുടിക്കാൻ പോയി. രാവിലെ ഒരു 8:30 ചായ കൊണ്ടുവെക്കും, പക്ഷെ നമ്മൾ ഒരു 8:15 പോയി ചായ കുടിക്കാൻ വിചാരിച്ചു. കാരണം നേരത്തെ ചായ കുടിച്ചിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാമല്ലോ, അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ മെസ്സിലേക്ക് പോയിട്ടാകുമ്പോൾ അവർ ചേച്ചിമാർ ചായ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട. കാരണം 8:30 എടുത്ത് വെക്കുമോ, അതിന് മുമ്പേ നമ്മൾ പോയ പിന്നെ ഞങ്ങൾ ചായ കിട്ടില്ല. അപ്പോൾ ചേച്ചിമാരല്ലെങ്കിൽ 8:30 മുമ്പ് ആയിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെക്കലുണ്ട്, പക്ഷെ ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട. അപ്പോൾ നമ്മൾ ചോദിച്ചു എങ്കിൽ എടുത്ത് വെക്കുമോ ചേച്ചീന്ന്. അപ്പോൾ ആയിട്ടുണ്ടായിന്. കുറച്ച് സമയം ഇരുന്നിട്ടാകുമ്പോൾ അവരെടുത്ത് വെച്ച്. ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് ഇട്ടുണ്ടായത്. പക്ഷേ ഇന്ന് നമുക്ക് ചൂട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കിട്ടിയിട്ടുണ്ടായിന്. എനിക്കിഷ്ടമാണ്. എനിക്ക് ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമില്ല പൂരി എനിക്കിഷ്ടമാണ്. പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസും, പിന്നെ പൂരിയും ബാജിക്കറി ഉണ്ടല്ലോ. ഈ ഇടക്കായിട്ട് പൂരിയും ബാജിക്കറിയും ഒന്നും കിട്ടില്ല. പൂരിക്ക് വേറെന്തോ കറി ഉണ്ടാവും, അങ്ങനെയാണ്. പിന്നെ ചൂട് കറിയാണ് കേട്ടോ. ഇത്രയും ചൂടില്ല സാധനമൊന്നും രാവിലെ തിന്നാൽ പോലും ഇത്ര ചൂടായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്നെന്തോ ഭയങ്കര ഒരു രസമുണ്ടായി രാവിലെ. പിന്നെ നമുക്കൊരു 9:30 ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി എക്സാമിന്. 10 മണിക്കാണ് എക്സാം. അങ്ങനെ ഞങ്ങൾ 8:30 ആയിട്ടില്ലോ മല്ലയെ ചായയെല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മല്ലയെ ചായ കുടിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ തനുവിനെ കണ്ടു. തനു എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം ഡിഗ്രിയിൽ എൻ്റെ ഒപ്പം ഹോസ്റ്റലിൽ ഉണ്ടായതാണ്. നമ്മൾ ഭയങ്കര കുട്ടിയുണ്ടായി. ഇപ്പോൾ പി ജി ഇപ്പോൾ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എന്തോ ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ എന്തോ വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തനു നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തനുവിനെ വിളിച്ച് നമ്മൾ നേരെ മീത്തിലേക്ക് പോകണേ. നമുക്കിനി മീത്തിലേക്ക് പോകണമെങ്കിൽ 2 നില, 3ാമത്തെ നിലയിലാണ് നമ്മളെ റൂമില്ലത്. അപ്പോൾ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് കയറുമ്പോൾ നമ്മൾ തിന്നെല്ലാം ദഹിച്ചു കൂട്ടും. അടുത്തുമ്പോൾ നമ്മൾ തിന്നെല്ലാം ദഹിച്ചു. പിന്നെ ഹോസ്റ്റൽ റൂമിലെത്തിയിട്ട് നേരെ ഇനി റെഡി ആയിട്ട് കോളേജിൽ പോകണം. ഇപ്പോൾ ഒരു 9 മണി ആയിട്ടില്ല, 8:45 ആ ഒരു ടൈം ആയിട്ടുണ്ടായിട്ടു. അങ്ങനെ നമ്മൾ റെഡി ആവുന്നതാണ്. കോളേജിൽ പോയി അങ്ങനെ റെഡിയായി. ഇങ്ങനെ ടാഗ് എടുക്കണമെന്നുള്ളൊരു മൈൻഡില്ലാതെ ഞാനില്ലത് വേണ്ട, ടാഗ് ഒന്നും എടുക്കണ്ട, എക്സാമിനല്ലേ എക്സാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 9 മണി ആയിട്ടാകുമ്പോൾ ഇറങ്ങി. കാരണം 9 മണിക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 10 മണിക്കാണ് നമുക്ക് എക്സാം. പക്ഷേ നമ്മൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് ഇല്ലേ, ആ ക്ലാസ് നമുക്ക് ഏടിയാൻ ശരിക്കും അറിയുന്നുണ്ടാവില്ല. എവിടെയല്ലോ തപ്പി പിടിച്ചിട്ട് വേണം നമുക്കിനി അവിടെ പോയി ഇരിക്കാൻ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചത്. ഇറങ്ങുമ്പോഴത്തേക്ക് പൂര മഴ. പിന്നെ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ 2 ആളേലും കുടയില്ല. പിന്നെ കുടയില്ല ആളെ കൂട്ടിയിട്ട് വേണം നമുക്കൊരു പോകാൻ. അങ്ങനെ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സമയം അവിടെ ഇരുന്നു, ആരെയും കാണുന്നില്ല. നമ്മളാണ് ഫസ്റ്റ് ഇറങ്ങി. പിന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ സീറ്റ് ഇല്ല ഒരു പെണ്ണിനെ കിട്ടി, അജിഷ ഉണ്ടായിന്. അപ്പോൾ അജിഷേൻ്റെ ഒപ്പം പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 ആൾ ഇറങ്ങി. പിന്നെ അളക വന്നിട്ടില്ല കേട്ടോ. അളക വേറൊരാളെ കാത്തിക്കുന്നുണ്ട്. ഓളെ ക്ലാസ്സിൽ തന്നെ ഇല്ല ഒരു പെണ്ണിൻ്റെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചിട്ട് ഓൾ അങ്ങനെ ഇരുന്ന്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു സൈഡിലേക്കാണ് പോകേണ്ടത്. നമ്മൾ എല്ലാവരെയും ക്ലാസ് ഒരു ഇരിക്കുന്ന അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. കാരണം അവരിൽ കുടയുണ്ട്, എൻ്റെ കയ്യിൽ കുടയില്ലല്ലോ. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കോളേജിലേക്ക്. അങ്ങനെ കോളേജിൻ്റെ ബാക്ക് ഗേറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്, ഫ്രണ്ടിലല്ല, ബാക്ക് ഗേറ്റിൻ്റെ അടുത്താണ് എല്ലാവരും വരികയൊക്കെ ചെയ്യുക. കോളേജിലെത്തിയാൽ ഫുൾ വെള്ളം, അറിയാലോ കൊച്ചിയിൽ ഫുൾ വെള്ളമായിരിക്കും മഴ പെയ്താൽ. പിന്നെ നമ്മളെ കോളേജും അങ്ങനെയാണ്, ഫുൾ വെള്ളമാവും, പിന്നെ ഒരു കുളം പോലെയാവും. അങ്ങനെയാണ് കോളേജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലാസ് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ ആരും ഉണ്ടായിട്ടാട്ടോ. നമ്മൾ റൂമൊന്നും തുറന്നിട്ടൊന്നും ഉണ്ടായിട്ട. കുറേ വയ്യും, 9:30 തുറക്കാം, 9:30 കഴിയും തുറക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ അതിലെല്ലാം നടന്ന് കണ്ട വെള്ളമാണ് ഫുൾ. കോളേജ് മൊത്തം വെള്ളമാണ്. മീനെല്ലാം ഇട്ട ഇങ്ങനെ കുളം, മീനെ നല്ലാലും വളരും, അതുപോലെ ഉണ്ട്, വലിയ കുളം പോലെ. പിന്നെ അളകിയും അൻവിയും വരുന്നുണ്ട്. അവർ ക്ലാസ് തപ്പി പോകുന്നതാണ്. അങ്ങനെ ഇവരും നമ്മളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരും വന്നു. പിന്നെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സെല്ലാം തുറന്നിട്ടുണ്ടായിന്. ക്ലാസ് തുറക്കാൻ കുറച്ച് വെയിറ്റ് ആക്കി. പിന്നെ ക്ലാസ്സെല്ലാം തുറന്നു. നമുക്ക് തന്ന ക്ലാസ് റൂം കണ്ട നിങ്ങൾ, ഇത്രയും വലിയൊരു കോളേജിൽ നമുക്ക് എക്സാമിന് എഴുതാൻ തന്ന ഹോളാണ് കൈസി കാണുന്നത്. ഫുൾ കാക്കയെല്ലാം ഇതാക്കിയ സീറ്റും, പിന്നെ മഴയെല്ലാം പെയ്താൽ ഫുള്ള് ചണ്ടാവും, അതുപോലത്തെ ക്ലാസ്സാണ് കേട്ടോ. പിന്നെ വെള്ളമെല്ലാം ഉറ്റുന്നുണ്ട് അതിന് മുകളിൽ നിന്ന്. ഭയങ്കര അവസ്ഥയായിരുന്നു. നമ്മളവിടെ പോയിട്ടാകുമ്പോൾ നമ്മളെ പണിയെന്ന് പറയുന്നത് ഈ ബെഞ്ചും ഡെസ്കും തുടക്കലാണ്. നമ്മളെ പേപ്പറെല്ലാം വെച്ചിട്ട് കുറേ സമയം തുടച്ചിട്ടാണ് അതിൻ്റെ ചളിയെല്ലാം പോയിട്ടുണ്ടായത്. അങ്ങനത്തെ സീറ്റാണ് നമുക്ക് എക്സാമിൽ തന്നത്. നമ്മൾ കുറച്ചാളൊന്നുമല്ല, കുറേ ആളുണ്ടായിന് എക്സാം ചെയ്ത്. പിന്നെ എല്ലാവരും വീഡിയോയിൽ എടുക്കുന്നുണ്ടായി ഈ ദുരവസ്ഥ. ഇത് പിന്നെ ആരോട് പറയാം, നമുക്ക് ഇനി എക്സാം തുടങ്ങാൻ അത്രയേ ഇല്ലൂ. ഇനിയിപ്പോൾ ആരോടും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും ശരിയാക്കി തരുമൊന്നുമില്ല. പിന്നെ അങ്ങനെ എക്സാമെല്ലാം എഴുതിയിട്ട് അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി. നല്ല എക്സാം ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ല, എക്സാം കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ എക്സാമെല്ലാം എഴുതിയിട്ട് പുറത്തിറങ്ങി. എക്സാം ചെയ്ത് ഞാൻ പിന്നെ കോളേജിൽ നിൽക്കില്ല, വേഗം ഹോസ്റ്റലിലേക്ക് വന്നിട്ട് കിടന്നുറങ്ങേണ്ട ഒരു മൈൻഡ് ആയിരിക്കും എനിക്ക്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തി. അപ്പോഴത്തേക്ക് അളക് എത്തിയിട്ടുണ്ടായിന്. എന്നെ എക്സാം ചെയ്തിട്ട് കാത്തുകളെന്ന് പറഞ്ഞാൽ നേരത്തെ എത്തിയിട്ടാണ്.
ഓള് പറഞ്ഞു എന്നെ കുറേ വിളിച്ച്, അങ്ങനെ ഓള് തിരിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് ഓള് വേഗം വന്നു. പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് ഡിസ്കഷനായിരുന്നു. എക്സാമിൻ്റെ ഡിസ്കഷനല്ല കേട്ടോ. എക്സാം കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എക്സാം കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞതിന് അതിൻ്റെ ഡിസ്കഷൻ വേണ്ട. പിന്നെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു. അങ്ങനെയല്ലോ നമ്മൾ വേറെ എന്തെങ്കിലും ക്ലാസ് നടന്ന ആ ദുരവസ്ഥയിൽ നിങ്ങൾ കണ്ട സാധനം അതെല്ലാം ഞാൻ ഇവരോട് പറയുന്നുണ്ടായതാണ്. പിന്നെ കഴിഞ്ഞതിൻ്റെ കാര്യമൊന്നും പറയില്ല, പിന്നെ ഇനി നടക്കാനുള്ള കാര്യമല്ലേ നമ്മൾ പറയില്ല. പിന്നെ ഇതെല്ലാം കുറേ വർത്തമാനം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായി 1:30 എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ. അളകെ നേരത്തെ എത്തി, ഞാനൊരു 1:30 എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ കുറേ കുപ്പി എടുത്തിട്ട് താഴെ പോട്ടെ, അല്ലെങ്കിലേ അപ്പോൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുകളിലല്ലേ, 3ാമത്തെ നിലയിലാണ് നമുക്ക്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നേരെ മെസ്സിലേക്ക് എത്തി. ഇന്ന് കറി ഉണ്ടായിരുന്നത് ബീട്രൂട്ടിൻ്റെ പച്ചടിയും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു കുപ്പി അച്ചാർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അച്ചാറും ചപ്പാത്തിയും കൂടി തിന്നും. ഈ അച്ചാറിൻ്റെ ഒപ്പം എന്ത് വേണമെന്ന് തിന്നും. അച്ചാർ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്ന് തിന്നും. അതുപോലെ കറി ഇപ്പോൾ ഹോസ്റ്റലത്തെ കറി ഇപ്പോൾ രസമില്ലെങ്കിലും അച്ചാറുണ്ടെങ്കിൽ എല്ലാം കൂടി തിന്നും. പിന്നെ വിശന്ന് പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, ചോറ് തിന്നേ പറ്റും. പിന്നെ അച്ചാറുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതാ ഈ സ്റ്റെപ്പ് ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. സ്റ്റെപ്പ് കയറുമ്പോൾ എല്ലാം വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കും. കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ്. കാരണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അപ്പൻ്റെ മുകളിലേക്ക് കയറേണ്ടി വന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആളെ മീത്തെത്തുമ്പോൾ തന്നെ ഒരുവിധം ആകും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലോണം ഉറങ്ങി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉറക്കമായിപ്പോയി. പിന്നെ ഒരു 6 മണിക്ക് എണീച്ച്, പിന്നെ 4 മണിക്ക് ചായ കിട്ടൽ. 4 മണി കഴിഞ്ഞാൽ പിന്നെ കടിയൊന്നും തീർന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 6 മണിക്ക് ചായ ഉണ്ടായിരുന്നു, പക്ഷേ കടിയിലൊന്നും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചായയെല്ലാം കുടിച്ച് നേരെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് കുളിച്ചു. ചോറൊന്നും വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വീഡിയോ നിർത്താം, ഇനി എടുക്കാനൊന്നുമില്ല. എക്സാം ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി. അങ്ങനെ ഞാൻ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൻ്റെ റൂം ടൂർ ചെയ്യുമെന്ന്. എക്സാം ആയതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരു വീഡിയോ എനിക്ക് എടുത്താൽ തന്നെ എനിക്ക് എഡിറ്റ് ആക്കാനൊന്നും സമയമില്ല. അതാണിപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.